ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നന്ദു അവിടെ നിന്ന് നമ്മുടെ അനി കൊടുത്ത സാരിയൊക്കെ കൊടുത്ത് നല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. നന്ദുവിൻ്റെ ഉള്ളാണെങ്കിൽ കിടന്ന് പിടച്ചുകൊണ്ടും ഇരിക്കുന്നു. സാരിയൊക്കെ കൊടുത്ത് നന്ദു കണ്ണാടി പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ നന്ദുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ പിടിപിടാന്ന് വീണുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നയന താഴെ അവിടെ ദക്ഷിണ കൊടുക്കാനുള്ളൊക്കെ എടുത്തൊക്കെ വെക്കുന്ന സമയത്താണ് അച്ഛനും അമ്മയും കൂടി ഇറങ്ങി വരുന്നത്. നിങ്ങൾ റെഡി ആയോ എന്ന് ചോദിച്ച് നയന ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദു റെഡി ആയില്ലേ മോളെ എന്ന് ചോദിച്ചു. അച്ഛൻ അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ അനിയുടെയും നന്ദുവിൻ്റെയും കാര്യം ഒരാൾ കൂടി അറിഞ്ഞു. ആദർശേട്ടൻ അറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ കനകവും അച്ഛനും കൂടെ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. പേടിച്ചു പോയി രണ്ടുപേരും കൂടി. അപ്പോൾ എന്തിനാ ഈ സമയത്ത് ആദർശനോട് ഇതൊക്കെ പറയാൻ പോയത്? അപ്പം ഞാൻ മനഃപൂർവ്വം ഒന്നും പറഞ്ഞല്ല അച്ഛാ, അങ്ങനെ പറയാനുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നുള്ള കാര്യം നയന അച്ഛനോടും അമ്മയോടും പറയുക. അതിനുള്ള കാരണം ഉണ്ടാക്കിയത് അനിയാണെന്നും. അപ്പം എന്താ മോളെ പറ്റിയതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറയുകയും ചെയ്തു, സാധാരണ 5 മണിക്ക് എഴുന്നേൽക്കുന്ന മോള് വൈകിയാണല്ലോ എഴുന്നേൽക്കുന്നതെന്ന്. ഇന്നലെ രാത്രി എന്താ നിങ്ങൾ ഉറങ്ങിയില്ലേ? സത്യം പറഞ്ഞാൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല അച്ഛാ. വെളുപ്പിന് 3 മണിയായി ഞങ്ങൾ വന്ന് കിടന്നപ്പോൾ. അതിനുശേഷം നല്ലതുപോലെ ഉറങ്ങാനും പറ്റിയില്ല എന്ന് പറഞ്ഞു നമ്മുടെ നയന. അത് അനിമോൻ എവിടെയാണ് പോയതെന്ന് അന്നേരം കനകൻ ചോദിച്ചു. അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാം വള്ളി പുള്ളി തെറ്റാതെ മകൾ അമ്മയോടും അച്ഛനോടും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു ഇതിൽ ഇവരായിപ്പോയി. അനിയുടെ മനസ്സിൽ നന്ദുവാണെന്ന് അറിയുമ്പോൾ ആദർശേട്ടൻ പുച്ഛിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അനിയനെ അമിതമായി സ്നേഹിക്കുന്ന ഏട്ടൻ എല്ലാം കേട്ടതിന് ശേഷം എന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു എന്ന് നയന പറഞ്ഞു. അപ്പോൾ നേരത്തെ പറയാതിരുന്നത് നന്നായല്ലേ മോളെ എന്ന അച്ഛൻ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നടക്കാൻ പാടില്ലാത്തൊരു ബന്ധമോ നടന്നേനെ. ഈ ബന്ധത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ വലിയ വഴക്കായേനെന്ന് ഗോവിന്ദേട്ടൻ പറയാം. അപ്പോൾ ആ സമയത്ത് നന്ദു ഉണർന്നത് കൊണ്ട് അവളും എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നയന പറയണു. അത് പിന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ കാണാനോ സംസാരിക്കാനോ ഒന്നും പോകുന്നില്ലല്ലോ മോളെ. പിന്നെന്താ പ്രശ്നമെന്ന് ചോദിച്ചു കനകം ഇങ്ങനെ പറയാം. പിന്നെ നന്ദുവിന് പറ്റിയ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതോടെ അവളുടെ സങ്കടം എല്ലാം അങ്ങ് മാറുമെന്നും പറഞ്ഞു. ഗോവിന്ദേട്ടൻ വന്നേ, നമുക്ക് അവളെ ഒന്ന് കാണാമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും കൂടി നന്ദുവിനെ കാണാനായിട്ട് അങ്ങ് പോകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് നന്ദു അവിടെ കരഞ്ഞു വിളിച്ചിരിക്കുക. അപ്പോൾ ദേ അമ്മയും അച്ഛനും കൂടെ ചെന്ന് നന്ദുവിനെ കണ്ടു. സാരി ഉടുത്തിരിക്കുന്ന നന്ദുവിനെ കണ്ടപ്പോൾ ഒരു ഞെട്ടി. നോക്കൂ ഗോവിന്ദേട്ടാ, ഇവള് സാരിയൊക്കെ കൊടുത്തു അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ അമ്മ പറയുമ്പം സാരി നന്നായിട്ടുണ്ട്, മോൾക്ക് സാരി നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് അച്ഛനും പറഞ്ഞു. അല്ലെങ്കിലും ഇനിയിപ്പോൾ സാരിയൊക്കെ ഉടുക്കാനുള്ള പ്രായം ആയല്ലോ എന്ന് അമ്മ മോളോട് പറയുക. സാരി ഉടുക്കേണ്ട പ്രായമൊക്കെ എന്നേ കഴിഞ്ഞതാ, മോളത് വേണ്ടാന്ന് വെച്ച് നടക്കല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ആ ഒരു ഇതിൽ അച്ഛൻ ഇങ്ങനെ പറയുമ്പം അതെ ആദർശ മോൻ ഇന്നലെ എല്ലാം അറിഞ്ഞു അല്ലേ മോളെ എന്ന് ചോദിക്കാം. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ദേ എന്തായാലും ആദർശ മോൻ അനിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഇതാ ആദർശ് പറഞ്ഞത്. മോൾ അതൊന്നും കേൾക്കണ്ട. അങ്ങനെ ചിന്തിക്കുമ്പോൾ അനിയൻ്റെ ഭാഗത്തു നിന്നാ ചേട്ടൻ ചിന്തിച്ചത് എന്ന് വെച്ചാൽ നമ്മൾ അതിനെ അനുകൂലിച്ചുകൂടാ. നമ്മൾക്ക് അർഹതയില്ലാത്തത് നമ്മൾ വേണമെന്നൊരിക്കലും വാശി പിടിക്കാനും പാടില്ല. ഒരു സമയത്ത് ഇവളും നവ്യയും അങ്ങനെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. കോടീശ്വരന്മാരെ തേടി നടന്നു. അത് അവസാനം എവിടെയാ കൊണ്ടെത്തിച്ചതെന്ന് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശരിയാ മോളെ, ഇതിനൊക്കെ വളവിട്ടത് ഈ അമ്മ തന്നെയാ. ഇന്ന് അതിലമ്മയ്ക്ക് ഒരുപാട് വേദനയുണ്ടെന്നുള്ള കാര്യം കനകം ഇങ്ങനെ പറഞ്ഞു. ഇവിടെയുള്ള പലരുടെയും മുന്നിൽ ചൂളി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെയും നവ്യമോളുടെയും അത്യാഗ്രഹം തന്നെയാണെന്ന കാര്യം അമ്മ പറയാം. അതിന് ബലിയേടായത് പാവം നയനമോളാണെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് നന്ദു സങ്കടത്തോടെ നിൽക്കുക. അപ്പം മോളുടെ മുന്നിൽ നല്ലൊരു ജീവിതമുണ്ട് മോളെ. മോളുടെ നയനേച്ചി പറയുന്നത് പോലെ, ഞങ്ങൾ പറയുന്നത് പോലെ മോള് കയറി ചെല്ലുന്ന വീട്ടിൽ ഒരിക്കലും എൻ്റെ പൊന്നുമോള് പുറമ്പോക്കാകാൻ പാടില്ല എന്ന് അച്ഛൻ നന്ദുവിന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഇവിടെ ഇപ്പം നയനമോളുടെ അമ്മായിയമ്മ പറയുന്നത് മോളും കേൾക്കുന്നതല്ലേ. ഇന്നത്തെ ദിവസം ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നത് ഈ വീട്ടിലെ ആദ്യത്തെ മരുമകളാണെന്നുള്ള കാര്യം ഇവിടെ നമ്മുടെ ചേച്ചിമാരൊക്കെ ഇവിടെ അന്യരാണെന്നല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇത് കേൾക്കുന്തോറും നന്ദുവിന് വിഷമം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെ ഒരു വീട്ടിലേക്ക് ഇനിയിപ്പോൾ പൊന്നിട്ട് മൂടാന്ന് പറഞ്ഞാലും നമ്മൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞച്ചാ ഇനി ആർക്കും ഞാനൊരു ശല്യം ആവില്ല എന്ന് നമ്മുടെ നന്ദു പറയാം. അത് കേട്ടപ്പം ദേ ഞങ്ങൾ എനിക്കുള്ള പ്രസൻറ്റ് കൊടുക്കാനായിട്ട് പോവുക, മോളും കൂടെ വരാൻ പറഞ്ഞു. നമുക്കിത് ഒരുമിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ലമ്മേ ഞാൻ വരുന്നില്ല, ഞാൻ ഇനി അനിയുടെ അരികിലേക്ക് വരില്ല എന്ന് നന്ദു പറയുകയും ചെയ്തു. ഇപ്പം തന്നെ വന്നതിൻ്റെ പേരിൽ അനിയുടെ അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞെന്ന കാര്യവും നന്ദു പറഞ്ഞു. അപ്പം അതേ കനകെ, ഇനി മോള് അനിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ട, അത് ശരിയാവില്ല. ഇന്ന് കല്യാണം കഴിഞ്ഞ് സദ്യയും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങാവല്ലോ എന്നും ഗോവിന്ദേട്ടൻ പറഞ്ഞു. അപ്പോൾ കനകവും ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ നന്ദുവിനെ അവിടെ നിർത്തിയിട്ട് പോവർ. ഇഷ്ടപ്പെട്ട ആളിനെ
നേടി തന്നില്ല എന്നുള്ള പേരിൽ മോൾ അച്ഛനെയും അമ്മയും വെറുക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നു ചോദിച്ചു. അത് വേറൊന്നും കൊണ്ടല്ല മോളെ, ഈ പെൺമക്കളുടെ ജീവിതം കണ്ട് ഇനി അച്ഛന് കരയാൻ വയ്യ. ഇപ്പോൾ അച്ഛന് ഒരു ഉറപ്പുമില്ല നയനയും നവിയും എല്ലാ കാലവും ഇവിടെ കാണും എന്നുള്ളത്. നാളെ അവർ വീട്ടിലേക്ക് വരികയാണെങ്കിൽ സ്വീകരിക്കാൻ മനസ്സും പാകപ്പെടുത്തി വെച്ചിരിക്കുക ഈ അച്ഛനും അമ്മയും എന്നും പറഞ്ഞ് ഇനി അങ്ങനെ ഒരു ഗതികേടോ എൻ്റെ മോൾക്കും ഉണ്ടാകരുതെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ ഇങ്ങനെ നന്ദുവിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ പോയി നന്ദു ഇങ്ങനെ അവിടെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നന്ദുവിന് നെഞ്ച് പൊട്ടിപ്പോകുന്ന വിഷമമാണ്. അത് കഴിഞ്ഞ് പിന്നെ അനിയെ കാണിക്കുന്നത്. അനി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഗോവിന്ദേട്ടനും അതുപോലെ കനകയും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ഇന്നലെ കാര്യം അറിയാതെ അലഞ്ഞ് നടന്നല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു. നയനമോളെല്ലാം പറഞ്ഞെന്നും പറഞ്ഞു. അല്ല, ഇവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ആൻറ്റി. എന്നാലും ഇന്ന് കല്യാണമായിട്ട് ഏട്ടനെ ഒരുപാട് വിഷമിപ്പിച്ചല്ലേ അനിയൻ എന്ന് കനകൻ ചോദിക്കാം. അതിനേക്കാളും വിഷമത്തിലാണ് ഞാൻ എന്ന് അനിയൻ നേരം പറഞ്ഞു. അപ്പം നടക്കേണ്ട ബന്ധമാണ് മോനെ ഇന്ന് നടക്കുന്നത്. അതിനിടയിൽ ഇനി ബന്ധുക്കൾ തമ്മിൽ പരസ്പരം കലഹിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അനിയല്ലേ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ഗോവിന്ദേട്ടൻ പറയാം. ദേ അനിമോന് ഞങ്ങളൊരു സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത്, ആ കൈ ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ ഒരു ചെയിൻ കെട്ടി കൊടുക്കുക. അപ്പോൾ അതൊരു വലിയ ഗിഫ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാം ഇതൊന്നും അല്ല തരേണ്ടതെന്ന്, പക്ഷേ ഇതും കുറഞ്ഞു പോയെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ അതിനുള്ള സ്ഥിതിയെ ഞങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ജലജിയും ദേവയാനിയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ആഹാ, ഞങ്ങളുടെ പയ്യന് പ്രസൻറ്റേഷനൊക്കെ കൊടുക്കുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവരെ കളിയാക്കുന്നു ദേവയാനി. ആരും കാണാതെ കൊടുത്തതാ നീ, കാണിക്കാൻ പറ്റുന്ന ഉരുപ്പടിയൊന്നും അല്ലല്ലോ എന്ന് ജലജ. അപ്പം ഞങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് ഒരു സമ്മാനം കൊടുത്തതേ ഉള്ളെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. അപ്പം അതെന്താ അവൻ്റെ കൈ കെട്ടി കൊടുത്തത്? സ്വർണ്ണ ചെയിനാ, പക്ഷേ 1 പവൻ തികച്ച് കാണത്തില്ല. അയ്യോ 2 പവൻ ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഗോവിന്ദേട്ടൻ. ആ സ്വർണ്ണമാണോ എന്നിനി ഉരച്ച് നോക്കണമെന്നൊക്കെ ജലജ പറഞ്ഞപ്പം അതെ, ഈ വീട്ടിലുള്ളവർക്ക് സ്വർണം കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, അതുകൊണ്ട് പിന്നെ ഒരച്ച് നോക്കേണ്ട കാര്യമില്ലെന്ന വിശ്വാസമെന്ന് നമ്മുടെ കനകം പറഞ്ഞു. അത് കേട്ടപ്പോൾ ജലജയുടെ വായങ്ങ് അടഞ്ഞു. എന്തായാലും വല്യമ്മേ, നയനേടത്തിയുടെ അച്ഛനും അമ്മയും അവരെന്ത് തന്നാലും എനിക്കത് സന്തോഷം തന്നെയാണെന്ന് അനിയൻ തന്നെ പറയാം. പിന്നെ സ്വർണം വാങ്ങി കാശ് കളയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ എന്ന് അനി പറഞ്ഞു. അന്നേരം പിന്നെ എന്തിനാടാ അങ്ങനെയുള്ളവർ കഷ്ടപ്പെട്ട് ഇത് വാങ്ങി വന്നതെന്ന് ദേവയാനി ചോദിക്കുക. എന്തെങ്കിലും കൊടുത്തു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ദേ, നിങ്ങളുടെ മക്കൾ ഇങ്ങോട്ട് വന്നതുപോലെയല്ല ഇന്നൊരു പെങ്കൊച്ച ഇങ്ങോട്ട് വരാൻ പോകുന്നത്. പൊന്നുകൊണ്ട് മൂടിയ അവളുടെ അച്ഛനും അമ്മയും അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്. അത് മാത്രമാണോ? വളഞ്ഞ വഴിയിലൂടെയല്ല ആ കൊച്ചിങ്ങോട്ടേക്ക് വരുന്നത്, നേരായ മാർഗത്തിലൂടെയാണ്. അപ്പം അങ്ങനെ നേരായ മാർഗത്തിലൂടെ വരുന്നത് കൊണ്ടാണ് അവളെ ഞങ്ങൾ മരുമകളായി കാണുന്നതെന്ന് ദേവയാനിയും ജലജയും കൂടെ പറയണം. അല്ല, ഇനി ഇവിടെ വരുത്തി കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, അവളെ ആരുടെ തലയിൽ കെട്ടിവെക്കാനാ പ്ലാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കനക നാവ് ചൊറിഞ്ഞു വന്ന് പറയാൻ തുടങ്ങിയപ്പോൾ കനക വേണ്ടാന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ. അറിഞ്ഞുകൊണ്ട് ആരും ചതിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ലെന്ന് ഗോവിന്ദേട്ടൻ അന്നേരം പറഞ്ഞു. ഓ, പള്ളിയിലച്ഛൻ സുവിശേഷം തുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ജലജ. എന്തായാലും കല്യാണം കണ്ട് സദ്യയും കഴിച്ചിട്ട് പോകാൻ നോക്കാൻ പറഞ്ഞു ഈ ജലജ ഇവരോടെ. രണ്ടാളും പോകുമ്പോൾ 2 മക്കളെയും കൂടെ കൊണ്ടുപോയി അത്രയും നല്ലതെന്നും പറഞ്ഞ് ജലജ അങ്ങ് പറയുക കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ അതെ, അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ 2 പേർക്കും ഒരുപാട് കാലം ഇവിടെ കഴിയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ മരുമകളായി വരുന്നവളെ മകളെ പോലെ സ്നേഹിക്കണമെന്ന് കരുതി ജീവിച്ചവളായി ഞാൻ. പക്ഷേ അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. എന്നാലേ ഇനി എൻ്റെ മരുമകൾക്കായി കരുതി വെച്ചിരുന്ന സ്നേഹം ഇവൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് ദേവയാനി പറയണം. അവളുടെ ദാസിപ്പണി ചെയ്താൽ മതി നിങ്ങളുടെ 2 മക്കളും എന്നും പറഞ്ഞു ഇതുങ്ങളിട്ട് അപമാനിച്ചുകൊണ്ടേ ഇരിക്കുക. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, വാ ജലജേ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി വലിയ ആള് കളിച്ചങ്ങ് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവരിങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആൻറ്റി ഇതൊന്നും കാര്യമാക്കണ്ട, മാലാഖയാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നത് അത്ര സ്വഭാവമുള്ള കുട്ടിയൊന്നും അല്ല എന്ന് പറഞ്ഞു ആനി. അപ്പം അങ്ങനെയൊന്നും പറയണ്ട മോനെ, മോൻ്റെ സ്വഭാവം വളരെ നല്ലതാണ്. അങ്ങനെയുള്ളപ്പോൾ മോൻ്റെ ദാമ്പത്യ ജീവിതം ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും മോൻ്റെ കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞ ഗോവിന്ദേട്ടൻ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അനി സങ്കടപ്പെട്ട് അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് പുറത്ത് എല്ലാവരും വന്ന് എല്ലാവരുമായിട്ട് സംസാരിക്കാം. അപ്പം ജാനകി ഞങ്ങളെക്കാളും ഭാഗ്യമുള്ളവളാ മഹിമേ, നിനക്ക് നീ ആഗ്രഹിച്ചതുപോലെ ഒരു മരുമോളെ കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ശരിയാ, 2 പാഴുകളുടെ അമ്മായിയമ്മയാകാനുള്ള ദുർഗതി ഞങ്ങൾക്കുണ്ടായെന്ന് പറഞ്ഞു ഇവരിങ്ങനെ കൂട്ടം കൂടി നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. നീയൊക്കെ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. നിന്റെയൊക്കെ സ്വഭാവം അനുസരിച്ചേ ഇതിനേക്കാളും നല്ല മരുമക്കളെ എവിടുന്ന് കിട്ടാനാണെന്ന് ചോദിച്ചു. ഞങ്ങളുടെ സ്വഭാവം എന്താ അത്രയ്ക്ക് മോശമാണോ അമ്മയെന്ന് ദേവയാനി ചോദിച്ചപ്പോൾ നയനമോൾ ഇവിടെ വരുന്നത് വരെ നിന്റെ സ്വഭാവത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇവൾക്കായിരുന്നു അല്ലറ ചില്ലറ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാലേ നിന്റെ മരുമകൾ ഇവിടെ വന്ന് കാലെടുത്ത് വെച്ചതും
നിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം തന്നെയാണ് വന്നത്. അങ്ങനെ ഞാൻ മാറിയെങ്കിലേ ഇവിടെ പഴിക്കേണ്ടത് എന്നെ അല്ല, എൻ്റെ മരുമകളെ തന്നെയാണെന്ന് പറഞ്ഞു ദേവയാനി. അങ്ങനെ പഴിക്കാനും വല്ലൊരു കാരണവും നീ കണ്ടുവച്ചിട്ടുണ്ടോ? അതും വേണ്ടേന്ന് ചോദിച്ചു. അപ്പം ഇന്നത്തെ ദിവസമെങ്കിലും ഇത്തരം സംസാരങ്ങളൊന്നും നിർത്തണമെന്ന് പറഞ്ഞു അജയനും ജയനും കൂടെ ഇറങ്ങി വന്നു. വലിയ കാര്യത്തിൽ അനാമികയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു മാല എന്നെ കാണിച്ചു. അതുപോലും ഡിസൈൻ ചെയ്ത് നയനമോളാണെന്നുള്ള കാര്യം പറയുക നമ്മുടെ ജയൻ. അത് കൊള്ളത്തില്ലെന്ന് നീ പറയത്തില്ലല്ലോ ദേവേനി, പറയുമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ആദർശം നയനെ ഇറങ്ങി വന്നു. ഇവരിതൊക്കെ കേൾക്കുക. മറ്റൊരു ഡിസൈനും ഏട്ടത്തിക്ക് കിട്ടിയില്ലേ ഏട്ടത്തി എന്ന് ജാനകി ചോദിക്കുക കേട്ടോ. അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കുക നയനയും ആദർശും. അപ്പോൾ ജ്വല്ലറിയിലുള്ള ഏറ്റവും നല്ല ഡിസൈനല്ലേ വാങ്ങിക്കാൻ പറ്റുമെന്ന് അജയൻ. അമ്മ ഏറ്റവും നല്ല ഡിസൈൻ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാ മാല അമ്മയെ കാണിച്ചതെന്ന് പറഞ്ഞു ആദർശ്. അതെ, നീ തന്നെ അങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തതെന്ന് ദേവയാനി ആദർശിനോട് പറയണം. അല്ലെങ്കിൽ ആ മാല ഞാൻ ഒരിക്കലും സെലക്ട് ചെയ്യില്ലായിരുന്നു. അപ്പം ആ സമയത്ത് അമ്മ എന്താ എന്നോട് പറഞ്ഞത്? നിന്റെ സെലക്ഷൻ കൊള്ളാം, ഇതുപോലൊരു മാല അമ്മ കണ്ടിട്ടില്ലെന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു. അങ്ങനെ ദേവയാനിയുടെ കള്ളക്കളി മുഴുവൻ ആദർശ് പരസ്യമായിട്ട് പൊളിച്ചടുക്കി കൈ കൊടുക്കുക. എന്നിട്ട് ഇപ്പം അമ്മ എന്തൊക്കെ മാറ്റി പറയുന്നതെന്ന് ചോദിച്ചു. എന്തായി കാണിക്കുന്നേ? എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് ജാനകി പറയാം, എനിക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് ജലജയും പറഞ്ഞു. അല്ല അതൊക്കെ എവിടെ നിൽക്കട്ടെ, കല്യാണ പയ്യൻ എവിടെയാണെന്ന് ചോദിച്ചു നമ്മുടെ ജയൻ. അപ്പോഴത്തേക്കും പയ്യൻ റെഡിയായി ഇറങ്ങി വരിക. പയ്യൻ ഇറങ്ങി വന്നു കണ്ടപ്പോൾ ഇവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അല്ല നിന്റെ കവളെന്താടാ മോനെ ഒരു പാട് കിടക്കുന്നതെന്ന് ദേവയാനി ചോദിച്ചേ. അപ്പോൾ അത് ശരിയാണല്ലോ, നിന്നെ ആരെങ്കിലും തല്ലിയോടാ മോനെ എന്നൊക്കെ ചോദിക്കുകയാണ് ജലജിയും. അപ്പം എന്താ സംഭവിച്ചതെന്ന് അവനോട് ചോദിക്കാതെ ഈ നിൽക്കുന്നവൻ്റെ ചേട്ടനോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു തരും എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ജാനകി അത് പറഞ്ഞപ്പോൾ എല്ലാവരും ആദർശിനെ ഇങ്ങനെ നോക്കും. ആദർശ് നയനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കി. ഇപ്പം എന്താടാ ആദർശേ, ആരാടാ അനിയെ തല്ലിയത് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ നിനക്ക് പറയാൻ വയ്യെങ്കിൽ നടന്നത് ഞാൻ പറയാം എന്ന് പറഞ്ഞു ജാനകി. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാവെന്ന് ആദർശ്. ഞാൻ തന്നെയാ ഇവനെ തല്ലിയതെന്നുള്ള കാര്യം പറയാം. അപ്പോഴത്തേക്കും ജാനകിയുടെ പല്ലൊക്കെ അങ്ങോട്ട് വല്ലാണ്ട് കടിച്ച് മുറുക്കി പിടിച്ചിരിക്കാട്ടോ. എല്ലാവരും ഞെട്ടലോടെ ഇങ്ങനെ നോക്കുന്നു. ആദർശ് അനിയെ തല്ലിയെന്നോ? അപ്പം ആർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്ക് ഇതേ നമ്മുടെ നന്ദു പോകാനായിട്ട് സാരിയൊക്കെ ഉടുത്ത് ഇറങ്ങി വരിക. അപ്പോൾ നന്ദു ഇത് കേൾക്കുക. അപ്പം ഇന്ന് വരെ നീ അനിയുടെ മുഖത്ത് കൈവച്ചിട്ടില്ലല്ലോ, പിന്നെന്താ ഉണ്ടായതെന്ന് ചോദിച്ചു ജയൻ. അപ്പം ചോദിച്ചത് കേട്ടില്ലേടാ, എന്താടാ ഉണ്ടായത്? എന്തിനാടാ നീ എൻ്റെ കുഞ്ഞിനെ തല്ലിയെന്ന് ചോദിച്ചു ദേവയാനി ദേഷ്യപ്പെടുക. അത് ഇന്നലെ രാത്രി ഇവൻ കൂട്ടുകാർക്കൊപ്പം പോയി ചെറുതായിട്ടൊന്ന് മിനിങ്ങി. അപ്പതേ എല്ലാവരും മിണ്ടാതെ ഇത് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുവട്ടോ ഞെട്ടലോടെ. പ്രത്യേകിച്ച് ജലജയൊക്കെ ഇങ്ങനെ ഭയങ്കര എന്തോ പ്രശ്നമുണ്ടെന്ന് തന്നെ ഇതാക്കി നിൽക്കുക. അപ്പം നീ കുടിച്ചോടാ എന്ന് ദേവയാനി ചോദിച്ചു. അത് പിന്നെയെന്ന് പറഞ്ഞ് നിൽക്കുക അനി. ഇവനെ കാണാതായപ്പോൾ ഞാൻ ഇവനെ തേടി പോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇവ മദ്യപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്ത് ഞാൻ തല്ലിപ്പോയതാണെന്ന് ആദർശ് പറയുക. അതിലൊരു തെറ്റുമില്ലെന്ന് അജയനും പറഞ്ഞു. ആ സമയത്ത് ഇവനെ മദ്യപിക്കേണ്ട യാതൊരു കാര്യമില്ല, പ്രത്യേകിച്ച് ഇന്ന് കല്യാണ ദിവസമായിട്ട്. അങ്ങനെയുള്ളപ്പോൾ ഞാനാണെങ്കിലും ഇവനെ തല്ലുമെന്ന് അജയൻ അങ്ങനെ പറഞ്ഞു. നന്ദു ആണെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കുക കേട്ടോ. അതിന് പേടിയാ ഇതിൻ്റെയൊക്കെ മുന്നിലേക്ക് വരാനായിട്ട്. കൂട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടി അവർ നിർബന്ധിക്കുമ്പോൾ അല്പം മിനിങ്ങെന്ന് കരുതി തല്ലേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്ന് ജയൻ അന്നേരം പറഞ്ഞു. അപ്പോൾ ബാക്കി പറയാൻ പറ്റത്തില്ലല്ലോ. മദ്യപാനെ ഒരിക്കലും ഒരു നല്ല ശീലമല്ലെന്ന് ദേവയാനി അനിയോട് പറയുകയാണേ. അതിനൊരു ശിക്ഷ കൊടുത്തതിൽ യാതൊരു തെറ്റും പറയാനില്ലെന്നും ദേവയാനി പറഞ്ഞു. ജാനകി അന്നേരം പല്ലിറങ്ങി നിൽക്കുന്നു. എങ്കിലും കല്യാണത്തിൻ്റെ തലേദിവസം അത് വേണ്ടിയിരുന്നില്ലടാ എന്ന് ദേവയാനി പറയുവാണേ. അതൊക്കെ കേട്ട് കനകവും ഗോവിന്ദേട്ടനൊക്കെ ആകെ വല്ലാണ്ടായി നിൽക്കാം. ഇനിയിപ്പോൾ ഇത് കാണുന്നവരെല്ലാവരും ഇത് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കില്ലേ? ആ സമയത്ത് മദ്യപിച്ചതിനെ തല്ലിയതാണെന്നൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ ദേവയാനി ഇങ്ങനെ ചോദിക്കുന്നു. അതിന് കമാന്ന രക്ഷണം ഇണ്ടാതെ അവിടെ നിൽക്കുക. ഇനിയിപ്പോൾ എവിടെയെങ്കിലും തട്ടിയെന്നോ മുട്ടിയെന്നോ മറ്റോ പറയാം, അതാ നല്ലതെന്നും പറഞ്ഞു. അപ്പം എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നതെന്ന് അമ്മ ചോദിച്ചു. ഏതായാലും സമയമായി, ഇനിയിപ്പോൾ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്കായിട്ട് അനി ദക്ഷിണ കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹവും വാങ്ങിച്ച് നമ്മുടെ അനി കല്യാണ സ്ഥലത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു. ഇതെല്ലാം മാറി നിന്ന് അനി നന്ദു കണ്ടുകൊണ്ടിരിക്കുക. നന്ദുവിൻ്റെ നെഞ്ചിങ്ങനെ കിടന്ന് പിടപെടാന്ന് ഇടിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്ത് നമ്മുടെ അനി വന്ന് നയനയ്ക്കും ആദർശിനും മുന്നിൽ വന്നു. അവർക്ക് ദക്ഷിണ കൊടുത്ത് അവരെ നോക്കി ഒന്ന് ചിരിച്ചു. ചെറിയൊരു പുഞ്ചിരി. ആ പുഞ്ചിരിയിൽ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും മനസ്സ് തകർന്നു പോയിട്ടോ. അപ്പം അങ്ങനെ ആ ഒരു നല്ല ഭംഗിയായിട്ട് തന്നെ അവിടെ നടക്കാം. അമ്മയ്ക്ക്, അച്ഛന്, വല്യമ്മയ്ക്ക്, എല്ലാവർക്കും, വല്യച്ഛന് ദക്ഷിണ എല്ലാവർക്കും മാറി മാറി ദക്ഷിണ ഇങ്ങനെ കൊടുത്തു. പിന്നെ കനകത്തിൻ്റെയും ഗോവിന്ദേട്ടൻ്റെയും അനുഗ്രഹം വാങ്ങിച്ചു. അതെല്ലാം ചെയ്യുന്ന അനിയൻ്റെ മനസ്സിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ട് ആദർശിന് സഹിക്കാൻ പറ്റുന്നില്ല. ആദർശാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. എല്ലാവരുടെയും മുന്നിൽ കുനിഞ്ഞ് ഇങ്ങനെ മനസ്സോടെ ഇതൊക്കെ ചെയ്യുന്ന നമ്മുടെ അനിയെ കണ്ടിട്ട്. അങ്ങനെ അനി ഈ ഒരു ഇതെല്ലാം അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് വീണ്ടും ഇവിടെ വന്ന് എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു.
ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ പോകാൻ റെഡിയായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ചുമ്മാ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നമ്മുടെ നന്ദുവിനെ സാരി വേഷത്തിൽ അനി കാണുന്നത്. സാരിയിൽ അനിയെ നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അനി ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കും. അപ്പോഴാണ് ജാനകി അനി തിരിഞ്ഞു നോക്കി നന്ദുവിനെ ചിരിച്ചു കാണുന്നത്. ആ സമയം പുറപ്പെടാ എന്ന് ജാനകി പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ പോകാനായിട്ട് അങ്ങ് ഇറങ്ങി. നയനിയും അച്ഛനും അമ്മയും അവിടെ നിന്നു. ഈ സമയത്ത് നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. നന്ദു അങ്ങ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി അനിയത്തിയെ സമാധാനിപ്പിക്കുക. നീ വിഷമിക്കരുത് കേട്ടോ മോളെ, നിനക്ക് ഇതിലും നല്ലൊരു ബന്ധം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ദുഷ്ടക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ഒരു കണക്കിന് നീ വരാതിരിക്കുന്നതാ നല്ലതെന്നുള്ള കാര്യം നന്ദുവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ആ സമയത്ത് നന്ദുവിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ പിടിപിടാന്ന് കണ്ണുനീര് വീണുകൊണ്ടേയിരിക്കുക. സങ്കടത്തിൻ്റെ നടുക്ക് നിൽക്കുകയാണ് നമ്മുടെ നന്ദു. എന്തായാലും ഈ കല്യാണം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വരുന്ന 2 ദിവസത്തിനുള്ളിൽ മിക്കവാറും അറിയാൻ കഴിയും. ഇത്രയും ദിവസം അഹങ്കരിച്ച് ദൈവത്തെ പോലും മറന്ന് കളിച്ച ജാനകിക്കൊക്കെ കിട്ടാൻ പോണത് നല്ല അടാറ് ഇടിവെട്ട് തിരിച്ചടി തന്നെയാണ്, 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ.